എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എൻ്റെ പൊന്നു മക്കളെ, ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. ഞാനിങ്ങനെ കിടന്ന് പറയൽ മാത്രമേ ഉള്ളൂ. എന്നാലും ചിലർക്കൊക്കെ കരുണയൊക്കെ തോന്നോട്ടെ എന്നോട്, അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര താങ്ക്സ് കേട്ടോ. എല്ലാവർക്കും നല്ല താങ്ക്സ് തന്നെ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് എടുത്തേക്കണത്. ഞായറാഴ്ച നമുക്ക് കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ജോലിക്കൊന്നും പോണില്ലെങ്കിലും ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിലും ഞായറാഴ്ചത്തേക്കും ഉണ്ട് ഇങ്ങനെ അലക്കാനും പെറുക്കാനും. അതായത് നമ്മുടെ എന്തെന്നാണ് പുതപ്പുകൾ അങ്ങനെയുള്ളതൊക്കെ ഇപ്പം മഴ ആയതുകൊണ്ട് പുതപ്പുകളൊക്കെ ആവശ്യമായതുകൊണ്ടിട്ട് കുറേ ഉണ്ടായിരുന്നു അലക്കാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം മീൻകറി വെക്കാമെന്ന് വിചാരിച്ച്. ഈ ഉള്ളി നമ്മൾ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ വഴി കൂടി ഇങ്ങനെ പോകുമല്ലോ, സെമന്ത ഉള്ളി, ചെറിയ ഉള്ളി 4 കിലോ 4 കിലോ 100 രൂപ, 4 കിലോ 100 രൂപ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകണം. അവരുടെ അടുത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലെ വലിയ ഉള്ളിയൊക്കെ ഞാൻ ആദ്യം പെറുക്കിയെടുക്കും. അതായത് ആദ്യത്തെ കറിക്ക് വലിയ ഉള്ളി അങ്ങനെ ഇടും, ഒക്കെ വലുത്. പക്ഷേ അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു തിരിവായി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. കൊച്ചുള്ളികളാവുമ്പോൾ പിന്നെ എനിക്ക് മടിയാണ്. അപ്പം ഞാൻ ഒരിത്തിരി കൂടി വലുത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതും ഇതുമൊക്കെ കൂടി മിക്സ് ചെയ്തെടുക്കും. അങ്ങനെ കുറേ ഇങ്ങനെ ഈ കുനുന്നുള്ള ഉള്ളിയൊക്കെ നന്നാക്കി വരുമ്പോഴേ കണ്ണൊക്കെ ഭയങ്കര എരിച്ചിലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഫ്രിഡ്ജിൽ ഭയങ്കരമായിട്ട് ഉള്ള കാര്യം പറയാമല്ല, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഫ്രിഡ്ജ് ഇരിക്കണതെന്ന് ചോദിക്കും. കാരണം അതേമാതിരി പച്ചക്കറികളൊക്കെ ആകെ നേരങ്കോലമായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അതായത് അതൊക്കെ മല്ലിയിലൊക്കെ ഇട്ട് വെക്കണ കവറുകളാണ് കേട്ടോ. അപ്പോൾ കുറേ വെണ്ടയ്ക്കൊക്കെ ചിലതൊക്കെ അടിയിലിരുന്ന് അമങ്ങി ചീഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഒന്നാമത്തെ അത് നമ്മൾ ഇടുമ്പോൾ മര്യാദക്ക് ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ചില നേരത്ത് നേരമില്ലായിക വരുമ്പോൾ എടുത്തൊക്കെ കൂടി വാരി അതിലോട്ട് അങ്ങോട്ട് ഇടും. അങ്ങനെ പറ്റിപ്പോയതാണ് കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് ഇതേമാതിരി തിരിഞ്ഞ് വെക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മീൻകറിയൊക്കെ റെഡിയാക്കണമുണ്ട് കേട്ടോ. മീൻകറി ഒരുവിധം റെഡിയാക്കുമ്പോഴേക്കും വീണ്ടും പോയി ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് തിരിഞ്ഞ് വെക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ മീൻ കേട്ടോ. ഒലക്കമീൻ ഇതാണ്. ഈ ഒലക്കമീനാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒലക്കമീൻ എന്ന് പറഞ്ഞാൽ. ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. കാരണം ഇത് എപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കും. നമുക്കിങ്ങനെ കഷ്ണം നല്ല കറക്റ്റ് പീസിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ എനിക്ക് തല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീനിൻ്റെ തലയാണ് ഞാൻ കൂടുതൽ കഴിക്കാറ് കേട്ടോ. ഒരു മീനുള്ളെങ്കിൽ അതിൻ്റെ തല ഞാൻ എടുക്കാറുണ്ട്. കാരണം ഈ തലയിലെ എല്ലൊക്കെ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ നാളത്തേക്ക് കുറച്ച് മാറ്റി വെച്ചത്, അത് അച്ഛനും അമ്മയ്ക്കും ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വേറെ ഞാൻ കുറച്ച് മാറ്റി വെക്കും. അത് അപ്പോൾ പിറ്റേ ദിവസം എടുത്ത് ഫ്രഷ് ആയിട്ടാണ് എല്ലാം എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെച്ചത്. അപ്പോൾ അമ്മ എടുത്ത് കറി വെച്ച് കഴിച്ചോളും. അപ്പോൾ നമ്മളിതൊന്ന് ഉച്ചക്കലത്തേക്കും വേണ്ടി മാത്രമായിട്ട് എടുക്കണേ കേട്ടോ. രാത്രി നമ്മൾ ചിക്കനാണ് വാങ്ങിക്കാറ്. സൺഡേ മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയൊക്കെ ഇരിക്കുള്ളൂ. എല്ലാ വീടുകളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അതേമാതിരി തന്നെ നമ്മുടെ ഇവിടെ അതേമാതിരി തന്നെ. അപ്പോൾ ഈ മീൻ ഇന്ന് കറി മാത്രമേ വെച്ചോളൂ കേട്ടോ. നമ്മൾ വേറെ വറക്കുകയും പൊരിക്കുകയൊന്നും ചെയ്തില്ല. കാരണം ഈ ഏതേരം പൊരിച്ചതൊക്കെ കഴിയുമ്പോൾ കൊളസ്ട്രോൾ കൂടും. അതുകൊണ്ടിട്ട് നമ്മൾ വറക്കലൊക്കെ ഇപ്പോൾ പരമാവധി കുറയ്ക്കണേണ്. പിന്നെ ഞായറാഴ്ച പ്രത്യേകിച്ച് മീൻ വേറെ വറക്കില്ല. കാരണം ചിക്കൻ മേടിക്കുകയാണെങ്കിലും അത് ഇച്ചിരി ഓയിലി ആയതുകൊണ്ടിട്ട് നമ്മൾ മീൻ കറി മാത്രമേ വയ്ക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് വെക്കും. കാരണം ഇങ്ങനെ ഞെട്ട് കളഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് കറി വെക്കുമ്പോൾ എടുത്തിടാൻ സുഖവുമാണ്. അതേമാതിരി തന്നെ ഈ സംഭവം ചീത്താവാതിരിക്കുകയും ചെയ്യും കേട്ടോ. അതൊരു ടിന്നിലോ അല്ലെങ്കിൽ ഒരു കവറിലൊക്കെ ആക്കി കെട്ടി വെക്കുകയാണെങ്കിൽ കെട്ടി വെക്കണ്ട, ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ഇത് നല്ല ഫ്രഷായിട്ട് ഇരുന്നോളും. പക്ഷേ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഇടയ്ക്ക് ഇതേമാതിരിയൊക്കെ അലങ്കോലപ്പണി നടത്തും. അതായത് വാരി വലിച്ചൊക്കെ ഇടുകയും ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഇതേമാതിരി ഒക്കെ കൂടി തിരിയുകയും ചെയ്യും കേട്ടോ. ഇതൊക്കെ എൻ്റെ നിത്യ സ്വഭാവങ്ങളാണ്.
ചില നേരത്ത് നമ്മുടെ മൈൻഡൊക്കെ എവിടെയോ പോകുമല്ലോ. അതായത് എപ്പോഴും നമ്മൾ ഒരേപോലെ ഇരിക്കില്ല, പ്രത്യേകിച്ച് ഞാൻ. ഇപ്പം നല്ലത് വിചാരിച്ചാൽ പിന്നീട് നമ്മൾ അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വിചാരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റംബൂട്ടാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചേട്ടൻ്റെ കൂട്ടുകാരൻ കൊടുത്താണ് കേട്ടോ. റംബൂട്ടാൻ പക്ഷെ ഭയങ്കര പുളിയായിരുന്നു. ചിലത് മൂത്തിട്ടുണ്ടായിരുന്നില്ല, ചിലത് നല്ല മധുരവുമാണ്, കഴമ്പുണ്ടായി. അപ്പോൾ ഇത് വൈകുന്നേരം നമ്മൾ ബിരിയാണി വെച്ചത് ഇത് ഇളക്കി കൂട്ടി മറിച്ച് വെച്ചേക്കണതാണ് കേട്ടോ. കാരണം അച്ഛനും അമ്മയ്ക്കും നേരത്തെ കഴിക്കണ കൊണ്ട് അവർക്ക് ഞാൻ കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഇളക്കി വെച്ചതാണ്. അപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള തോന്നലൊക്കെ വന്നത് കേട്ടോ. ഇത് വെക്കുമ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര പണിയാണല്ലോ. വൈകുന്നേരവും കൊണ്ടുവന്ന് പെട്ടെന്ന് വെച്ചത് കൊണ്ടിട്ടേ അങ്ങനെ. അപ്പോൾ അത് കുറച്ച് കറി വേറെ, ചോറിനുള്ള കറി വേറെ വെക്കുകയും ചെയ്യും. അതേമാതിരി നമ്മൾ ദമ്മിടാനുള്ള ബിരിയാണിക്ക് വേറെ കുറച്ച് വെക്കുകയും ചെയ്യും. അങ്ങനെയാണ് മാറ്റി 2 രീതിയിലാക്കി നമ്മൾ വെക്കുകയും ചെയ്യും. അപ്പോൾ ഈ ബിരിയാണിയിലിടുന്ന ഈ ചിക്കനൊക്കെ ഞാൻ വറുത്തിട്ടാണ് കേട്ടോ കറി വെച്ചത്. അങ്ങനെയാണ് വെക്കാറ്. ഇത്രയും വറക്കൂല, ഇത് വെറുതെ തിന്നാൻ വേണ്ടി കൊണ്ട് 2 കഷ്ണം വറുത്തതാണ്. അല്ലാതെ കറിയിലിടാൻ ഇത്രയും വറവ് വേണ്ട കേട്ടോ. നമ്മളൊരു ജസ്റ്റ് ഒന്ന് ഇത് എണ്ണയിലൊന്ന് ഇതായി വന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും എടുത്ത് നമ്മൾ കറി വെക്കുകയാണ് ചെയ്യണത്. ഞാൻ വെച്ചത് കൊണ്ട് പറയണില്ല കേട്ടോ, നല്ലതായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതായത് ചേട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് ഡബിൾ ഓക്കെയാണ്. അപ്പം കാരണം കൊള്ളൂല്ലെങ്കിൽ അപ്പം തന്നെ പറയും കൊള്ളൂല എന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ തലശ്ശേരി സ്റ്റൈലാണ് കേട്ടോ വെച്ചത്. ഈ തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി ആണ് കേട്ടോ ഇവിടെ ഇഷ്ടം. പിന്നെ മാഞ്ഞാലി സ്റ്റൈലുണ്ട്, പക്ഷെ അത് ഇത്തിരി കൂടി സ്പൈസി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കൊച്ചിന് അത് എരിവ് പറ്റൂല, അതുകൊണ്ടിട്ട് ഈ ഒരു മോഡലിലാണ് നമ്മൾ വെക്കണത്. അപ്പോൾ അതേ ഇതാണ് ഫൈനൽ നമ്മുടെ ബിരിയാണി. ഞാൻ തിന്നാനെടുത്തപ്പോൾ ഉള്ള ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. പക്ഷെ ഞാൻ കുറേ കശുവണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരി ഇട്ടതാണ്. പക്ഷെ ഒന്നും ഞാൻ നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ ഒരു രസമാണല്ലോ. ഞാനപ്പോൾ അത് തപ്പിക്കൊണ്ടിരിക്കണേ കേട്ടോ. മുന്തിരി മെയിനായിട്ടും തപ്പണത്. ഇടയ്ക്ക് 1-2 ഒക്കെ എനിക്ക് കിട്ടിയുള്ളൂ. ഞാനാണെങ്കിൽ വലിയ പാക്കറ്റായിട്ട് വാങ്ങിച്ചിട്ട് വറുത്തൊക്കെ ഇടുന്നതാണ്, എന്തോ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഏകദേശം ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനലൊക്കെ കാണുന്നവർക്കാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചിക്കനൊക്കെ വളരെ ചെറിയ കഷ്ണങ്ങളായിരുന്നു, അതാണ് കേട്ടോ അങ്ങനെ ഇരിക്കണത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.